Hello everyone, welcome to XandY Learning. Mission Olympiad എന്നുള്ള പേരിൽ നമ്മൾ ഓൾറെഡി ഒളിമ്പ്യാഡ് എക്സാംസിനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സ്, ബയോളജി, മാത്സിൻ്റെയും ഒക്കെ ഓൾറെഡി ക്ലാസ്സുകൾ നമ്മുടെ ഇതേ ചാനൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒളിമ്പ്യാഡ് എക്സാമുകൾക്ക് സയൻസ് എക്സാം ഒളിമ്പ്യാഡ്സിനും അതേപോലെ മാത്സ് ഒളിമ്പ്യാഡ്സിനും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഈ ഒരു വീഡിയോസ് എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുക. ഉപകാരപ്പെടുമെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ 1-2 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ് എക്സാമിൻസിനും വേണ്ടിയിട്ടാകുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക അവർ ചോദിക്കുക. സ്കൂൾ എക്സാമിലെ പോലെ സാധാരണ സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആവൂല ചോദിക്കുക. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നോക്കാം, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Kunal, a class 10 student, studied the reaction between marble chips and dilute HCl. He took 50 gram of marble chips and 100 ml of 0.1 molar solution of HCl. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ 50 ഗ്രാം മാർബിൾ ചിപ്സ് ഉണ്ട്, 100 ml 0.1 മോളാരിറ്റി ഉള്ള അത്രയും കോൺസെൻട്രേഷൻ ഉള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും എടുത്തിട്ടുണ്ട്. ദ ഗിവൺ ഗ്രാഫ് ഷോസ് ഹൗ ദ ടോട്ടൽ മാസ് ഓഫ് മാർബിൾ ചിപ്സ് വാരീസ് വിത്ത് ടൈം ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ്. അപ്പോൾ റിയാക്ഷൻ്റെ ടൈം അനുസരിച്ച് ഇവിടെ കാൽഷ്യം കാർബണേറ്റിന്റെ മാസ് വെച്ചുള്ള ഒരു ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിൽ വ്യക്തമാണ് നമുക്ക് അല്ലേ, ഈ പറഞ്ഞ കാൽഷ്യം കാർബണേറ്റ് റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാടുണ്ടായിരുന്നു, കോൺസെൻട്രേഷൻ കൂടുതലാണ്. റിയാക്ഷൻ അല്ലേ സമയം ഇങ്ങനെ പോകും തോറും ഈ പറഞ്ഞ കാൽഷ്യം കാർബണേറ്റ് എന്ത് ചെയ്യും, HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യും. നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ ഏതൊക്കെ പ്രോഡക്റ്റ് കിട്ടും മക്കളെ അല്ലേ, ഒരു കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും, അതോടൊപ്പം തന്നെ കാർബണേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന ചെറിയ ക്ലാസ്സിൽ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഒരുപാടുണ്ട്, സമയം കഴിയുന്തോറും ഇവിടെ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നു, അഥവാ കാൽഷ്യം കാർബണേറ്റിന്റെ എമൗണ്ട് കുറഞ്ഞു വരും. ഒരു പി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോൾ പിന്നീട് കാൽഷ്യം കാർബണേറ്റിന്റെ എമൗണ്ട് കുറയുന്നില്ല, അതിനർത്ഥം അവിടെ വെച്ച് റിയാക്ഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, എങ്കിൽ ഈ പറഞ്ഞതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്, ഇതിലെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ എന്നാണ് നമ്മളെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. മോർ ആൻഡ് മോർ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ്ഡ് എലോങ് PQ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല. കാരണം എന്തേ, PQ എന്നുള്ളിടത്ത് നമുക്കറിയാം ഗ്രാഫ് അവിടെ കോൺസ്റ്റന്റ് ആണ്, അഥവാ കാൽഷ്യം കാർബണേറ്റ് എന്ത് ചെയ്യുന്നില്ല, അൺറിയാക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരിക്കലും അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യൂല, ഫോം ചെയ്യൂല. അപ്പൊ ഇതെന്താണ്, ഈ പറഞ്ഞ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തേത് ഇൻകറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, കാൽഷ്യം കാർബണേറ്റ് റിമൈൻസ് അൺറിയാക്റ്റഡ് ആഫ്റ്റർ പോയിന്റ് പി. പോയിന്റ് പി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കാൽഷ്യം കാർബണേറ്റ് അൺറിയാക്റ്റഡ് ആണ്. അത് കറക്റ്റ് അല്ലേ? യെസ്. കാരണം എന്തേ, അതിന്റെ മാസിൽ വ്യത്യാസം വരുന്നില്ല. സോ ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. റിയാക്ഷൻ ഗെറ്റ്സ് കംപ്ലീറ്റഡ് അറ്റ് പോയിന്റ് പി. പോയിന്റ് പിയിലെത്തിയപ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, അതും കറക്റ്റ് ആണ്. അവ സെക്കൻഡും തേർഡും ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡൈല്യൂട്ട് HCl റിമൈൻസ് അൺറിയാക്റ്റഡ് ആഫ്റ്റർ പോയിന്റ് പി. ഡൈല്യൂട്ട് HCl പോയിന്റ് പി എത്തിക്കഴിഞ്ഞാൽ അൺറിയാക്റ്റഡ് ആണ്, അത് തെറ്റാണ്. കാരണം എന്തേ, നമുക്കറിയാം ഇവിടെ കാൽഷ്യം കാർബണേറ്റ് 0-ൽ എത്തിയിട്ടില്ല. കാൽഷ്യം കാർബണേറ്റിന്റെ മാസ് 0 ആണെങ്കിൽ നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റ് തീർന്നത് കൊണ്ടാണ് റിയാക്ഷൻ സ്റ്റോപ്പ് ആയതെന്ന് പറയാം. പക്ഷേ HCl അവിടെ അൺറിയാക്റ്റഡ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ബാക്കിയുള്ളത് ഇത്രയും എമൗണ്ട് കാൽഷ്യം കാർബണേറ്റ് അവിടെ ബാക്കിയുണ്ട്. ആ കാൽഷ്യം കാർബണേറ്റുമായിട്ട് HCl എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ HCl ആണ് എന്ത് ചെയ്തത്, ഇവിടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോയത്. അവിടെ എന്ത് ചെയ്തു, ഈ റിയാക്റ്റൻസിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു. പക്ഷേ കാൽഷ്യം കാർബണേറ്റ് അവിടെ എക്സ്ട്രാ ഉണ്ട്, ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ HCl ഒരിക്കലും എന്താവൂല, അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കൂല, അത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും എന്താണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ 1 and 4 ഒന്നാമത്തെയും നാലാമത്തെയും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അത് വരുന്നത് ഏതാണ് മക്കളെ, നമ്മുടെ ഓപ്ഷൻ എ ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ കണ്ടോ, ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്സുമായിട്ട് മാത്രമല്ല റിലേറ്റഡ്, അതിലെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ഗ്രാഫിനെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കേണ്ടതുണ്ട്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
strip of metal X were dipped into two different solution as shown. അപ്പോൾ കണ്ടോ മെറ്റൽ എക്സ് ഇവിടെ ഉണ്ട്, സിൽവർ നൈട്രേറ്റിന്റെ ഒരു സൊല്യൂഷൻ, സിങ്ക് നൈട്രേറ്റിന്റെയും സൊല്യൂഷൻ. എ ഗ്രേയിഷ് മെറ്റാലിക് ഡെപ്പോസിറ്റ് വാസ് ഫൗണ്ട് ഓൺ ബോത്ത് സ്ട്രിപ്പ്. അപ്പോൾ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് ഒരു ഗ്രേയിഷ് മെറ്റാലിക് ആയിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിപ്പോസിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി മെറ്റൽ എക്സ്? എങ്കിൽ ആ പറഞ്ഞ മെറ്റൽ എക്സ് ആരായിരിക്കും? അപ്പോൾ നോക്കിയേ, കെമിക്കൽ റിയാക്ഷൻ നടന്നതുകൊണ്ടാണ് മക്കളെ ഇവിടെ ഈ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഗ്രേയിഷ് ആയിട്ടുള്ള മെറ്റാലിക് പ്രോഡക്റ്റ് ഉണ്ടായത്. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽ എക്സ് എന്താവണം, ഇതിൽ കൊടുത്തിരിക്കുന്ന സൊല്യൂഷനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളതാണ്. നമുക്കറിയാം ഇതെന്താണ്, ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. എന്താ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ എന്ത് ചെയ്യുന്നു, റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ മെറ്റൽ എക്സ് ഈ പറഞ്ഞ സിൽവർ നൈട്രേറ്റിലെ സിൽവറിനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി വേണം. ഈ പറഞ്ഞ മെറ്റൽ എക്സ് സിങ്ക് നൈട്രേറ്റിൽ സിങ്കിനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി വേണം. എങ്കിലാണ് എന്ത് ചെയ്യുക, ഈ സിൽവറിന്റെ സ്ഥാനത്തേക്കും അതേപോലെ സിങ്കിന്റെ സ്ഥാനത്തേക്കും ഈ മെറ്റൽ എക്സ് അതെന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കോപ്പർ ഒരിക്കലും വരുമോ? ഒരിക്കലും വരൂല. കാരണം എന്തേ, കോപ്പറിന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷെ സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കോപ്പറിനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടായിരിക്കും സിങ്കിന്. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് നിർബന്ധമായിട്ടും എന്തറിയണം, ആ റിയാക്ടിവിറ്റി സീരീസ് അറിയണം അല്ലെ. റിയാക്ടിവിറ്റി സീരീസ് എങ്ങനെ പഠിക്കുക നമ്മൾ അല്ലെ? പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം ഇവരൊക്കെയാണ് റിയാക്ടിവിറ്റി. മോസ്റ്റ് റിയാക്റ്റീവ്, താഴേക്ക് വരുന്തോറും ലീസ്റ്റ് റിയാക്റ്റീവ് ആകും. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയായിരുന്നു പോസോ കാമ അസിഅനിഡിലെ ഹൈക്കോ മെസ്സിഗോ. എല്ലാത്തിൻ്റെയും ഫസ്റ്റത്തെ വേർഡ് മലയാളത്തിൽ, ഫസ്റ്റത്തെ ലെറ്റർ മലയാളത്തിൽ പറഞ്ഞാൽ മതി. പോ സോ കാമ. അപ്പൊ 4 പേരായി. ആരാ അലുമിനിയം, അസി സിങ്ക്, ആ നീ ഡി ലെ കിട്ടുമല്ലോ. ഹൈക്കോ ഹൈഡ്രജൻ കോപ്പർ, മെസ്സി അല്ലെ, മെസ്സിയെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പറയാം. മെസ്സി ഗോൾ അടിച്ചു എന്നെങ്കിൽ മെസ്സി ഗോ. ഇനി അതെല്ലാം മെസ്സിയോട് പോവാൻ പറയുകയാണെങ്കിൽ മെസ്സിയോട് തൽക്കാലം അല്ലെ പോവാൻ വേണ്ടി പറയാം, മെസ്സി ഗോ. അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ ഈ പറഞ്ഞ എക്സ് എന്താവണം, ഇവരെക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി ആവണം. ആരാ, ലെഡ് പറ്റുമോ? ലെഡിന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷേ സിങ്കിന് പറ്റില്ല. കാരണം സിങ്കിനേക്കാളും താഴെ റിയാക്ടിവിറ്റിയാണ്, കുറവാണ് ആർക്ക്, ലെഡിനുള്ളത്. എഫ്ഇക്ക് പറ്റുമോ? പറ്റൂല. കാരണം എഫ്ഇയേക്കാളും കൂടുതൽ അല്ലെ, എഫ്ഇയേക്കാളും കൂടുതലുണ്ട് ആർക്ക്, സിങ്കിന് റിയാക്ടിവിറ്റി. ആർക്ക് മാത്രമേ പറ്റുള്ളൂ, മോസ്റ്റ് റിയാക്റ്റീവ് അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മഗ്നീഷ്യത്തിന് മാത്രമേ ഈ ഒരു റിയാക്ഷൻ നടത്തി അവിടെ എന്തുണ്ടാകും, കെമിക്കൽ റിയാക്ഷൻ നടത്തി ഗ്രേയിഷ് പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായിരിക്കും പ്രോഡക്റ്റ്, മഗ്നീഷ്യം റിയാക്ടിങ് വിത്ത് സിൽവർ നൈട്രേറ്റ് AgNO3 ആണ്. അവിടെ നമുക്കറിയാം പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക, ഈ മഗ്നീഷ്യം ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. MgNO3 എന്ന് പറയുന്ന മഗ്നീഷ്യം നൈട്രേറ്റ് സൊല്യൂഷനും അതേപോലെ സിൽവർ, ആ സിൽവർ ആണ് മക്കളെ ഇവിടെ എന്താവുന്നത്, ഈ പറഞ്ഞ ഗ്രേഷ് പ്രോഡക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പുറത്തും ഇതേപോലെ തന്നെ ആയിരിക്കും. മഗ്നീഷ്യം സിങ്കുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ എന്തുണ്ടാകും, മഗ്നീഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാകും, പ്ലസ് ആരായിരിക്കും, സിങ്ക് ഉണ്ടാകും. അതും ഗ്രേയിഷ് കളറാണ്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് കൃത്യമായി അതിന്റെ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ ഇതാ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാം. മെറ്റൽ എക്സ് റിയാക്ട് വിത്ത് വെരി സ്ലോലി വിത്ത് വാട്ടർ ബട്ട് റിയാക്ട് വിഗറസ്ലി വിത്ത് സ്റ്റീം. എങ്കിൽ ആരാണ് ആ മെറ്റൽ എക്സ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. മറക്കരുത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒളിമ്പ്യാഡ് പോലുള്ള എക്സാമിലേക്ക് നമുക്ക് കൂടുതൽ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് കയറി ചെന്ന് എക്സാം എഴുതി അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എല്ലാവരും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.